അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു 300 രൂപയുടെ പ്രൊഡക്റ്റാണിത്. ഇത് എത്രത്തോളം ലൈഫ് കിട്ടും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും ഒരു വലിയ ഡ്രീമാണ് നമ്മുടെ വീട് വളരെ മിനിമം ചിലവിൽ എന്താ പറയുക ഭംഗിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ഒതുക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനറൊക്കെ അല്ലെങ്കിൽ ഒരു ഡിസൈനറൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാതെ സ്വയം ഇത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാം വീഡിയോസും ഒക്കെ കണ്ട് വീഡിയോ ചെയ്യുന്ന ഒത്തിരി ആളുകൾ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ഈ അടുത്ത് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ ഒരു 4 BHK ഒരു പ്രോജക്റ്റിൽ ഒരു ബെഡ്റൂം ആക്ച്വലി നമ്മൾ ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്തതല്ല, നമുക്കൊരു 5 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. അപ്പം ഞാനും ക്ലൈൻറ്റും കൂടെയുള്ള ഡിസ്കഷനിൽ നമ്മൾ വന്നിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോഴേ അത് ഫുള്ളി ഫർണിഷിങ് ചെയ്തിട്ടൊരു കാര്യമില്ല. കാരണം 5 വർഷം കഴിയുമ്പോൾ അത് യൂസ് ചെയ്യാനാകുമ്പോഴേക്കും അതങ്ങ് പഴകിപ്പോവും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബെഡും സൈഡ് ടേബിൾസും വാർഡ്രോബൊക്കെ അറേഞ്ച് ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ നമ്മൾ ഡിസൈൻ ചെയ്ത് അത് നമ്മൾ കസ്റ്റം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് സൈറ്റിലേക്ക് എത്തുമ്പോഴേക്കും അത് വരുന്നൊരു കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ ക്ലയൻറ്റിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ചെടുത്തൊരു ഐഡിയ, ഇതെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. വളരെ മിനിമം ഫോർമാറ്റുള്ളൊരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആമസോണിൽ 1-2 പ്രൊഡക്റ്റുകൾ കിട്ടി. അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കോട്ട് നമ്മുടെ ബെഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ബെഡ് ചെയ്യാം, GI ട്യൂബൊക്കെ വെച്ചിട്ട് മിനിമമായിട്ട് ബെഡ് ചെയ്തൊരു കാര്യം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ തൊട്ട് മുകളിലുള്ള ലിങ്കും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ സൈഡ് ടേബിൾസ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ബെഡിനായിട്ട് സൈഡ് ടേബിൾ വേണമല്ലോ. അപ്പോൾ അത് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. വളരെ മിനിമം ഒരു 300 രൂപ റേഞ്ചിലാണ് നമുക്കൊരു സൈഡ് ടേബിളിന് കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ സാധനം അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും നോക്കാം. ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. വളരെ മിനിമം ആയിട്ട് നമ്മൾ സൈഡ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ ശരിക്കും ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതൊന്ന് അത്തരം ആളുകൾക്ക് യൂസ്ഫുൾ ആകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് വരുന്നത്. ഇതൊരു അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല, എന്നാലും എങ്ങനെയാണ് നമുക്കത് വന്നതെന്നുള്ള കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു ബോക്സിൽ ഈ രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ലെഗൊക്കെ കൊടുക്കാനുള്ള ഒരു പോർഷനൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ലെഗുകൾ വുഡിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ 3 ലെഗ്സ് വുഡിൽ, റബ്ബ് വുഡൊക്കെ പോലത്തെ വുഡാണ് തോന്നുന്നു, സോഫ്റ്റ് വുഡ് എന്തോ ആണ്. ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ത്രെഡ്സൊക്കെ കാണാം തിരിച്ചങ്ങ് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് പല ഫിനിഷസ് ഉണ്ട്. നമ്മളിവിടെ ബ്ലാക്ക് ലാമിനേറ്റഡ് ഫിനിഷാണ്. ഇത് മിക്കവാറും പാർട്ടിക്കിൾ ബോർഡൊക്കെ ആയിരിക്കും, എന്നാൽ ഇത്രയും ചീപ്പറായിട്ടുള്ള കോസ്റ്റിന് തരാൻ പറ്റുള്ളൂ. പിന്നെ മാസ് പ്രൊഡക്ഷൻ ഒക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് ഇത്രയും ചീപ്പായിട്ട് തരാൻ പറ്റുന്നത്. ഏതായാലും പാർട്ടിക്കിൾ ബോർഡ് ആണെന്ന് തോന്നുന്നു. എഡ്ജ് ബാൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി ഒന്ന് കാണിച്ചു തരാം. ഇത്തരത്തിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു സൈഡ് ടേബിൾ കിട്ടി. ഞാൻ ആക്ച്വലി പറഞ്ഞത് മാറിപ്പോയി. ഈ വന്നിട്ടുള്ള പീസിൽ നമുക്ക് എഡ്ജ് ബാൻഡിങ് ഒന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് ബ്ലാക്ക് പെയിന്റ് അടിച്ച് പോയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ആ ത്രെഡ് സ്റ്റാൻഡ് പിടിപ്പിക്കാനുള്ള പോർഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു 9 mm ഒക്കെയാണ്, ഒരു 10 mm റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ ഒരു തിക്നെസ് വന്നിട്ടുള്ളത്. കണ്ടോ, ഒരു ബ്ലാക്ക് സെമി മാറ്റ് ഫിനിഷ് ഒക്കെയാണ് നമുക്ക് ഇതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാലുകൾ നമുക്ക് ഈ രീതിയിൽ ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതുണ്ടോ, ഭംഗിയായിട്ട് തന്നെ ത്രെഡ് പോകുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ 3, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു 300 രൂപയുടെ പ്രൊഡക്റ്റാണിത്. ഇത് എത്രത്തോളം ലൈഫ് കിട്ടും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഞങ്ങളിപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ട്. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ രീതിയിൽ നമുക്ക് 300 രൂപയുടെ നമ്മുടെ ഒരു സൈഡ് ടേബിൾ റെഡി ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൻ്റയർ പോർഷൻ്റെ ഒരു ലെങ്ത്ത് ഞാൻ പറഞ്ഞത് ഒരു ഹെക്സഗണാണ്. ഞാൻ അത് അങ്ങനെ ആ രീതിയിലല്ല, മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു 30 സെൻറ്റിമീറ്റർ, 1 ഫീറ്റാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 35 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഹൈറ്റും കിട്ടുന്നത്. അപ്പോൾ ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഒരു ബെഡിൻ്റെ സൈഡ് ടേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡെക്കോറുകൾ, പ്ലാന്റർ ബോക്സസ് ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡായിട്ടും നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു സ്റ്റാൻഡൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.